നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാൻ കേക്കാണ്. അമേരിക്കൻ സ്റ്റൈൽ പാൻ കേക്കാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തു പറയാനൊരു കാരണം, പൊതുവേ നമ്മുടെ ദോശയുടെ ആംഗലേയ നാമം പാൻ കേക്ക് എന്നാണ്. അതിപ്പോൾ പത്തിരി ആയാലും തട്ടൽക്കൂട്ട് ദോശയായാലും ഒക്കെ പാൻ കേക്ക് തന്നെ. ഇതിൻ്റെ ചരിത്രമൊക്കെ വഴിയേ പറയാം. 1 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചാര, ഇത്രയും ഒന്നിച്ചെടുത്ത് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. നേരെ ഇട്ടാൽ പോരെ എന്ന് സംശയം ഉണ്ടാകാം. ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം ഇത്രയുമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ എല്ലാം പെട്ടെന്ന് മിക്സായി കിട്ടും. വേണമെങ്കിൽ 1-2 തവണ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ രീതിയിലുള്ള പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ ചരിത്രം പറയുന്ന ഈ പാൻ കേക്കിന് അഥവാ ദോശയ്ക്ക് ശിലായുഗത്തോളം പഴക്കമുണ്ട് എന്നാണ്. അന്ന് ബേക്കിംഗ് പൗഡറും പഞ്ചാരയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്ന ധാന്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും അവർ ദോശ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ആശാൻ മോശക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായി പാല്, മുട്ട, ബട്ടർ തുടങ്ങിയ ചേർത്ത് കലക്കി ഒരു മാവ് തയ്യാറാക്കുക. 1 മുട്ട ചേർത്താൽ മതി. ബട്ടർ ഒരിക്കലും വേണമെന്ന് നിർബന്ധമില്ല. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ മതിയാവും. അപ്പോൾ അങ്ങനെ കലക്കി നല്ലൊരു ദോശമാവിൻ്റെ പാകത്തിൽ ആക്കിയെടുക്കുക. ഇനി ദോശക്കല്ല് ചൂടാക്കുക. ലേശം ബട്ടറോ എണ്ണയോ നെയ്യോ തേക്കുക. ഒരു താഴെ മാവൊഴിച്ച് ദോശ ചുട്ടെടുക്കുക. മാവൊഴിച്ച് പരത്തേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് വശവും ചുട്ടെടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചുട്ടെടുക്കുക. ഇപ്പോഴത്തെ പോലെ പ്ലെയിൻ ടെക്സ്ചർ കിട്ടാൻ നല്ലത് നോൺ സ്റ്റിക്ക് ആണ്. എണ്ണയോ വെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുക.
ഇനി ചൂടോടെ തേനോ മേപ്പിൾ സിറപ്പോ ഒക്കെ കൂട്ടി കഴിക്കാം. കൂടെ പഴങ്ങൾ കൂടി ആയാൽ തികച്ചും അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.